ട്രേഡിംഗ് കോഴ്സ് വിൽക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. കാരണം നമുക്ക് മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകമാണ് ട്രേഡിംഗ് കോഴ്സുകൾ വരുന്നത്. ട്രേഡിങ്ങിനെ നമുക്ക് ഒരിക്കലും ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. എങ്ങനെ? ട്രേഡിങ്ങിനെ ഒരിക്കലും നമുക്കൊരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. കാരണം ചിലപ്പോൾ ഒരു മാസം നമുക്ക് ട്രേഡ് ഒന്നും ഉണ്ടാവാതിരിക്കാം. ചിലപ്പോൾ ഒരു മാസം നമ്മൾ കണ്ടിന്യൂസ്ലി ലോസ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം വേണം. അതുകൊണ്ടാണ് പല ആൾക്കാരും ട്രേഡിങ്ങിൽ ലോസ് ആകുന്നത്. കാരണം ഇവർ ട്രേഡിങ്ങിനെ മാത്രം പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കാണുന്നു. പല ആൾക്കാരും ജോലി രാജിവെച്ച് മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാതെ ട്രേഡിങ് മാത്രമായിട്ടിരിക്കുന്നു. അപ്പം അവരെ സംബന്ധിച്ചൊരു പ്രഷർ ഉണ്ടാകും. എങ്ങനെയാണ്? ഒരു പ്രഷർ വന്നു കഴിയുമ്പോൾ ആ പ്രഷറിൻ്റെ പുറത്ത് അവർക്ക് ട്രേഡ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേനും ലോസ് ആവും. എന്നാൽ നമ്മൾ ട്രേഡിങ്ങിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു വരുമാനം ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ സൈക്കോളജി മാറും, നമ്മുടെ തിങ്കിങ് പ്രോസസ്സുകൾ, തിങ്കിങ് പാറ്റേൺസ് മാറും. അത് പ്രകാരം നമ്മുടെ രീതികളെല്ലാം മാറി നമുക്ക് ട്രേഡിങ്ങിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക് ഒരു വരുമാനം ഉണ്ടാകും. അപ്പം നമ്മൾ ട്രേഡിങ്ങിൽ നിന്നുള്ള വരുമാനത്തെ നമ്മൾ ഫോക്കസ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇനഫ് ക്യാഷ് ഫ്ലോ ഉണ്ടാവുകയാണ് ശരിക്കും ചെയ്യുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ട്രേഡിംഗ് കോഴ്സ്. നമുക്ക് 2-3 കോഴ്സൊക്കെ ഒരു മാസം വിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ എന്താണ്? അതെല്ലാം ഓരോ സ്കില്ലുകളാണ്. ഞാൻ ട്രേഡിങ് പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ട്രേഡിംഗ് കോഴ്സ് വിൽക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രേഡിങ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രേഡിംഗ് കോഴ്സ് വിൽക്കാനായിട്ട് പറ്റും. ഈ ഒരു മാർക്കറ്റിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് വേണ്ടത്? സെറോദ ആണെങ്കിലും, അപ്സ്റ്റോക്ക് ആണെങ്കിലും, മണി കൺട്രോൾ ആണെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക ട്രേഡിംഗ് വ്യൂ ആണെങ്കിലും, ഇതൊക്കെ ഈ മാർക്കറ്റിൽ എന്തൊക്കെ സർവീസുകളാണ് വേണ്ടത്, എന്തിനൊക്കെയാണ് ആവശ്യക്കാരുള്ളത്, അതൊക്കെയാണ് അവർ സെല്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ട്രേഡിംഗ് കോഴ്സുകളും. ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്കത് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. അത്രയും ലോജിക്കലായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അതിൽ തെറ്റും ശരി ഒന്നൊന്നുമില്ല. നമ്മൾ ഇനഫ് ക്യാഷ് ഫ്ലോ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കിയെടുക്കാനാണ്. ഞാൻ ട്രേഡ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കിയെടുക്കാനാണ്. ട്രേഡിംഗ് കോഴ്സ് വിൽക്കുന്നത് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കിയെടുക്കാനാണ്. ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന ഒരിക്കലും തെറ്റാണെന്ന് നമുക്ക് ആർക്കും പറയാനായിട്ട് പറ്റില്ല. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഇതുവരെ അറിഞ്ഞില്ല എങ്കിൽ, നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ പോകുന്ന വഴി തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം മാർക്കറ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇനഫ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് പുറത്തേക്ക് പോകാനുള്ള സാധ്യത 100% ഉണ്ട്.